ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്കും മണിക്കൂറുകൾക്കും ഇടയിൽ വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് യമനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് സ്വദേശിയും തൊടുപുഴയിൽ നിന്ന് വിവാഹിതയുമായിട്ടുള്ള നിമിഷപ്രിയ യമനിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള തലാലിൻ്റെ ബിസിനസ് പാർട്ട്ണറായി മാറി അവസാനം ശാരീരികമായി പോലും ഉപദ്രവമേറ്റ സാഹചര്യത്തിൽ ആണ് നിമിഷപ്രിയയ്ക്ക് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായി ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വന്ന നിമിഷപ്രിയയെ യമനിലെ ജയിലിൽ 7 വർഷമായി ഇട്ടിരിക്കുകയാണ്. ഇത് പല തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചു. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ യമൻ എന്ന് പറയുന്നിടത്ത് 2 രാജഭരണമാണ്. അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന സ്ഥലമല്ല. മാത്രമല്ല അവിടെ ഗോത്രത്തലവന്മാർക്ക് വലിയ പങ്കുള്ള രാജ്യമാണ്. അവർ വളരെ കർശനമായ ശിക്ഷ അവരുടെ കാര്യത്തിലും അവിടെയുള്ളവരുടെ മുസ്ലിങ്ങളുടെ കാര്യത്തിലുമൊക്കെ വളരെ കർശനമായ ശിക്ഷ നടപ്പിലാക്കുന്നവരാണ്. തലവെട്ടുക അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഛേദിച്ച് കളയുക എന്നൊക്കെ പറയുന്നതൊക്കെ കുറഞ്ഞ ശിക്ഷയാണ്. അവിടുത്തെ വളരെ വലിയ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെയാണ് ചെന്ന് പെട്ടുപോയത് നമ്മുടെ നിമിഷപ്രിയ. അപ്പോൾ എന്തായാലും പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായി ശ്രമിക്കുന്നു. അവർ ഡിപ്ലോമാറ്റിക് ലൈനിലൂടെ അവരോട് സംസാരിക്കുന്നു. പക്ഷേ അതിനൊന്നും ഒരു റിസൾട്ട് പരിമിതികളുണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്നപ്പോൾ അറ്റോർണി ജനറൽ പറഞ്ഞു വളരെ കഷ്ടമാണ്, ഒരു വിധി പോലും അല്ലെങ്കിൽ ഒരു വിചാരണ പോലും ഇല്ലാതെ, ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ഒരു വിചാരണ പോലും ഇല്ലാതെ ഒരു സ്ത്രീയെ, മറ്റൊരു രാജ്യത്തെ ഒരു വനിതയെ ഇങ്ങനെ തൂക്കാൻ വിധിക്കുന്നത്, വളരെ വലിയ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് വളരെ വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകരും സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ വലിയ പ്രതീക്ഷ വരാത്ത സാഹചര്യത്തിലാണ് സുന്നി വിഭാഗത്തിലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സൂഫി പണ്ഡിതനെ ബന്ധപ്പെടുകയും ഇതിൻ്റെ ചർച്ചയുടെ തലം മാറുകയും ചെയ്തത്. അങ്ങനെ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടക്കാരും ഗോത്രത്തലവന്മാരും ഈ സൂഫി പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വന്ന ഏറ്റവും ശുഭകരമായ വാർത്ത, നാളെ 16-ാം തീയതി ഈ ജൂലൈ 16, 2025 അതിരാവിലെ ചെയ്യാനിരുന്ന വധശിക്ഷ നീട്ടിവെക്കാൻ അവർ തീരുമാനിച്ചു. നീട്ടിവെക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല, ചർച്ചയിലൂടെ പുറത്തുവിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വാർത്ത. അപ്പോൾ ബ്ലാക്ക് വാറണ്ട് വരെ പുറപ്പെടുവിച്ചു എന്നാണ് ഇന്നലെ അറിയുന്നത്. ഇന്നലെ 2 ദിവസം മുമ്പ് ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിച്ചാൽ പിന്നെ വധശിക്ഷ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രോസസ്സില്ല, കാരണം ഇതൊരു നടപടിക്രമമാണല്ലോ. പക്ഷേ എന്നാൽ പോലും ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷവും വലിയ ശുഭപ്രതീക്ഷയാണ്. ഒരു ജീവന് വേണ്ടി ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും കേരളത്തിലുള്ള ഈ മതസംഘടനകളും മത നേതാക്കളും എല്ലാവരും അഹോരാത്രം പ്രവർത്തിക്കുന്നത്. ഇതിനു മുമ്പേ അവിടുത്തെ ജയിലുകളിൽ കിടക്കുന്ന റഹീം എന്ന് പറയുന്ന ആളിൻ്റെ മോചനത്തിന് വേണ്ടി ശേഖരിച്ച തുകയുടെ 11 കോടി രൂപ ബാലൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാം ഈ ഫാമിലിക്ക് എന്ന് വരെ ഉള്ള കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു രാജ്യം ഒന്നാകെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒന്നാകെ, നമ്മുടെ ജനത ഒന്നാകെ നിൽക്കുന്ന വലിയ ഒരു ജീവനെ തിരിച്ചു കൊണ്ടുവരാനാണ്. എന്തായാലും നിമിഷപ്രിയയുടെ ജീവന് വലിയ വിലയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുന്നത്. കാരണം നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരൻ മറ്റേതെങ്കിലും രാജ്യത്ത് ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ ജയിലിലകപ്പെട്ടു പോയാൽ അവരെ കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ISI ചാരന്മാരുടെ കീഴിലായിപ്പോയ നിരവധി ആൺകുട്ടികളെയാണ് സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്, വളരെ സുരക്ഷിതമായി. അതിലൊക്കെ ഇതുപോലെ ബൈലാറ്ററൽ ഡിസ്കഷൻസ്, ഡിപ്ലോമാറ്റിക് ഡയലോഗുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. അത് ഗുണം ചെയ്യുന്നുവെന്നാണ് കേൾക്കുന്നത്. അവിടുത്തെ സൂഫി പണ്ഡിതനും അവിടുത്തെ പ്രധാനപ്പെട്ട മത നേതാക്കളും ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ടുള്ള ചർച്ച നടക്കുകയാണ്. നിമിഷപ്രിയയെ ജീവനോടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ തങ്ങുകയാണ്. ആ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിമിഷപ്രിയ ജീവനോടുകൂടി വരട്ടെ. ഇവിടെ ജനിച്ചു വന്ന ഒരാളിൻ്റെ ജീവനെടുക്കാൻ മറ്റൊരാളിന് അവകാശമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. പക്ഷേ തെറ്റിൻ്റെ മെരിറ്റ് കൂടി ഒരു പ്രധാനമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരം, അവരുടെ വലിയ മാനാഭിമാനത്തോടുകൂടി അവർ നോക്കുന്നതാണ് അവരുടെ ശരീരം. അതിന് എന്തെങ്കിലും കേടുപറ്റാൻ ശ്രമിച്ചാൽ അവർ വിടില്ല. ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നതിൻ്റെ സാഹചര്യങ്ങളിൽ പറയുന്ന ഒരു കാരണം
ശാരീരികമായി പിന്നെ ഉപദ്രവിക്കാൻ കൂടി ശ്രമിച്ചപ്പോഴാണ്, റേപ്പ് ചെയ്യാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ കൊല ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇതിനെന്നും പറ്റിയ ഒരു ഭരണ സംവിധാനമോ നീതിന്യായ സംവിധാനമില്ലാത്ത രാജ്യത്തായിപ്പോയി എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ ഒരു ഗതികേട്. എന്തായാലും ശുഭവാർത്തകൾ വരുന്നു. കേരളത്തിലെ ഒരു മതപണ്ഡിതൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ച ഫലം കാണട്ടെ. നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കാം. നിമിഷപ്രിയ കഴിയുന്നത് വേഗം ഭാരതത്തിലെത്തട്ടെ.